നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കുമ്പിടി മാമൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കൊച്ചു പിള്ളേരെ പോലെ അങ്ങ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. വേറൊന്നിനുമല്ല, എപ്പോഴത്തെയും പോലെ തന്നെ ഒരു കസേരയ്ക്ക് വേണ്ടിയാണ് ആ വാശി. ആരും തെറ്റിദ്ധരിക്കണ്ട, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയല്ല എന്തായാലും തൽക്കാലം വാശി പിടിച്ചിരിക്കുന്നത്. അതിനുള്ള കുപ്പായം ഇപ്പോഴും അദ്ദേഹം ഭദ്രമായി തന്നെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം കസേരയായി KPCC പ്രസിഡന്റിന്റെ കസേരയാണ്. അത് കൈവിട്ടു പോകുമോ എന്ന് അദ്ദേഹത്തിന് വല്ലാണ്ടൊരു ഭയം പിടിപെട്ടിരുന്നു. ആ ഭയപ്പാടൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ്. താനൊന്ന് മാറി നിന്നപ്പോഴേക്കും തന്നെ പുറത്താക്കാനാണ് സതീശനും കൂട്ടരും നോക്കിയതെന്നാണ് കുമ്പിടി മാമൻ പറയുന്നത്. അവരുടെ വ്യാമോഹം എന്തായാലും നടക്കില്ല എന്ന് കുമ്പിടി മാമൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊന്നും എന്നെ മാറ്റാമെന്ന് ആരും കരുതേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാനായിരിക്കും പാർട്ടിയെ നയിക്കാൻ പോകുന്നതെന്നും മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ AICC തീരുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവടക്കം കേരളത്തിലുള്ള ചില നേതാക്കളുടെ നീക്കത്തിന് ശക്തമായ മുന്നറിയിപ്പ് കൂടിയായി പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നടന്ന MA ലത്തീഫിനെ തിരിച്ചെടുത്തതും ചില യൂത്ത് കോൺഗ്രസ് പുനർസംഘടനയും അടക്കം ഹസൻ എടുത്ത തീരുമാനങ്ങൾക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്കാലയളവിൽ എടുത്ത തീരുമാനങ്ങൾ പുനർപരിശോധിക്കണമെന്നും സുധാകരൻ പറയുന്നത്. വേണ്ടി വന്നാൽ താൻ BJPയിലേക്ക് പോകുമെന്ന ഭീഷണിയുടെ സ്വരം മാത്രമാണെന്ന് കരുതുന്ന കൊങ്ങികൾ ഇപ്പോഴും മൂഢസ്വർഗത്തിലാണെന്നേ പറയുവാൻ സാധിക്കത്തുള്ളൂ. സത്യത്തിൽ കുമ്പിടി കോൺഗ്രസിനുള്ളിൽ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. ഏതു സമയം കോൺഗ്രസിനുള്ളൊരു കൂട്ടത്തല്ല് പ്രതീക്ഷിക്കാം. ഇപ്പോഴും ഒരു അവസരം ഒത്തുവന്നാൽ അദ്ദേഹം BJPയിലേക്ക് തന്നെ എത്തും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിനുള്ളിൽ ഒരു പരിഗണനയും കുമ്പിടിക്ക് ഇതുവരെ കിട്ടിയിരുന്നതുമില്ല. അതിന്റെ തെളിവാണ് നമ്മൾ കണ്ടതൊക്കെയും. അതേപോലെ കണ്ണൂരിൽ സുധാകരൻ 8 നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് കുമ്പിടിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് മുൻകൂട്ടി തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാൻ താൻ ഇല്ല എന്ന് കോൺഗ്രസിന്റെ കാല് പിടിച്ച് പറഞ്ഞതും. കണ്ണൂരിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയാൽ കയ്യിലിരിക്കുന്ന KPCC പ്രസിഡന്റ് സ്ഥാനവും പോകുമെന്നും അതുപോലെ ഉത്തരത്തിലിരിക്കുന്ന MP സ്ഥാനം കിട്ടുകയില്ല എന്നും അദ്ദേഹത്തിന് നല്ലതുപോലെ തന്നെ അറിയാം. ആ കസേര തൃശങ്കുവിലാകുമെന്ന് ഉറപ്പായതോടെയാണ് ആശാൻ ആ കസേര പിടിച്ചു വാങ്ങിയതും. കുമ്പിടി മാധ്യമ പ്രവർത്തകരുടെ പല ചോദ്യത്തിനു മുന്നിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് പകരം ചുമതല MM ഹസന് കൊടുത്തതെന്ന് പറഞ്ഞ സുധാകരൻ, എന്നാൽ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായില്ല എന്ന മറു ചോദ്യത്തിന്റെ മുന്നിൽ കുമ്പിടി മാമൻ അപ്പാടെ കുടുങ്ങി. അതിന് സുധാകരൻ നൽകിയത് ഒരു വിചിത്രമായ മറുപടിയായിരുന്നു. KC വേണുഗോപാലിന് രാജ്യത്തെ മൊത്തം കാര്യങ്ങളും നോക്കിയാൽ മതി, എന്നാൽ തനിക്കോ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും കാര്യം നോക്കണമെന്നായിരുന്നു പറഞ്ഞത്. എന്തോ വലിയ ഭാരിച്ച പണി എടുക്കുന്നത് പോലെയാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. പക്ഷെ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നതിനേക്കാൾ ചെറുതല്ലേ കേരളത്തിലെ എന്ന മറു ചോദ്യത്തിന് നൽകിയ മറുപടിയോ വലിയ തമാശയായൊരു മറുപടിയാണ് നൽകിയത്. അതെ, തനിക്ക് വലിയ ഭാരമാണെന്നായിരുന്നു കുമ്പിടി പറഞ്ഞത്. അല്ലെന്റെ കുമ്പിടി, ഒരു കാര്യം ചോദിക്കട്ടെ, പ്രായം കുറെ ആയില്ലേ? അപ്പൊ പിന്നെ ഈ 20 മണ്ഡലം നോക്കാൻ സാധിക്കാത്ത താങ്കൾ ആ ഭാരം അങ്ങ് ഇറക്കി വെച്ചിട്ട് വീട്ടിൽ പോയി വിശ്രമ ജീവിതം നയിക്കുന്നതല്ലേ നല്ലത്? അല്ല, അങ്ങനെയാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിക്കുന്നതും. സുധാകരനും സതീശനും തമ്മിലുള്ള പോർവിളികൾ അവസാനിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ സുധാകരൻ തിരികെ ചുമതല എടുക്കാൻ എത്തിയപ്പോൾ സതീശന്റെ പൊടി പോലും ആ പരിസരത്തുണ്ടായിരുന്നില്ല. ഉറ്റ ചെങ്ങാതിയായ മൈ ഡിയർ സതീശൻ വിട്ടുനിൽക്കുന്നതിൽ നേരിയ ഖേദം പോലും കുമ്പിടി മാമൻ പ്രകടിപ്പിച്ചില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സുധാകരൻ തിരിച്ചു വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ചരട് വലിച്ചതും നമ്മുടെ സതീശൻ തന്നെയാണ്. അത് വളരെ വ്യക്തമായ കാര്യവുമാണ്. എന്തായാലും കുമ്പിടി സുധാകരന്റെ സ്ഥാനം കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ഒരു തുലാസിൽ തന്നെയാണ് നിൽക്കുന്നത്. കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് പോയാൽ അവിടെ തീർന്നു സുധാകരന്റെ കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. സുധാകരന്റെ കണ്ണൂരിലെ MP സ്ഥാനം തിരികെ പിടിച്ച് നിർത്താൻ പറ്റുമോ? KPCC സ്ഥാനവും കയ്യിലിരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ.